ഞാൻ പോൾ മാടശ്ശേരി അച്ഛൻ ഈ വല്ലം ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 5-ാമത്തെ വർഷം. പ്രധാന മലാഖമാരായ മിഖായേൽ, റഫായേൽ മലാഖമാരുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരുന്ന ഈ ഇടവക ദേവാലയം പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ വരികയും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിൽ പുനർനാമകരണം ചെയ്തുകൊണ്ട് ഈ ഇടവകയുടെ ആത്മീയ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് പോകുന്നു. 1401 സ്ഥാപിതമായ ഈ ഇടവക ഏറ്റവും ഭംഗിയായിട്ടൊരു ആത്മീയ നിറവിൻ്റെ നല്ല ഭവനമായിട്ട് ഇവിടെ കാലാകാലങ്ങളിൽ വന്ന വൈദികര് ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളാഘോഷം തന്നെയാണ് ഈ ഇടവകയിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ഈ ജനം കൊണ്ടാടുക. ഇവിടെ നിന്നും മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ അമ്മ ത്രേസ്യയുടെ തിരുനാളാഘോഷത്തിലേക്ക് കടന്നു വരുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്, നാനാജാതി മതസ്ഥരുണ്ട്. ഈ വർഷം കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടക്കുക. ബഹുമാനപ്പെട്ട ജോജോ മാരിപ്പാട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ വിൻസെൻഷൻ വൈദികര് ഞങ്ങൾ വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ ആത്മീയോത്സവത്തെ സ്വീകരിച്ചത്. ഇതിൻ്റെ ഒരുക്കം തുടങ്ങിയിട്ട് 1.5-2 മാസത്തോളമായി ഭവനങ്ങളിൽ പ്രാർത്ഥിച്ചും ത്യാഗം ചെയ്തുമൊക്കെ ഈ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ ഒരുങ്ങുകയായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട ST സിസ്റ്റേഴ്സ് എല്ലാ ഭവനങ്ങളും കയറി ഇറങ്ങി ഹോം മിഷൻ നടത്തി ഈ ജനത്തെ ഒരുക്കി. അങ്ങനെ ഒരുക്കിയതായ ഈ ഇടവകയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വികാരിയച്ഛൻ പോൾ മാടശ്ശേരി അച്ഛനുണ്ട്. അച്ഛനും ഞാനും ഒന്നിച്ച് ആലുവയിൽ പഠിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ആത്മീയമായ നേതൃത്വം വഹിച്ച് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറായ ജോജോ മാരിപ്പാട്ടൻ അച്ഛനുണ്ട്. ധ്യാന ഗുരുക്കന്മാരായിട്ടുള്ള മറ്റ് അച്ഛന്മാരുണ്ട്, ബഹുമാനപ്പെട്ട ഡീക്കന്മാരുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും ഈ ഒരു സമാപനത്തിൻ്റെ ദിവസം ഏത് കാലാവസ്ഥ വന്നാലും അനുകൂലമായാലും പ്രതികൂലമായാലും അവിടെ എല്ലാം തീഷ്ണതയോടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കും എന്നതായ ചിന്തയോടുകൂടി ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. അതെ, നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ഈശോയുടെ കരങ്ങളിൽ ചേർത്ത് വെക്കുകയാണ്. കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് വചനം കേട്ട് വചനത്താൽ ജീവിതത്തെയും ഹൃദയത്തെയും ചിന്തകളെയും സ്വഭാവത്തെ എല്ലാം വിശുദ്ധീകരിച്ച് വലിയ തീഷ്ണതയോടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഇരിക്കുകയാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നതായ 2 പ്രധാനപ്പെട്ട ഉറപ്പ്, ഈ 2 പ്രധാനപ്പെട്ട ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഈ വല്ലം ഫറോയിലെ ദൈവത്തിൻ്റെ മക്കൾ ഇനി ജീവിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ നൽകുന്ന 2 പ്രധാനപ്പെട്ട ഉറപ്പ്? ഒന്നാമത്തെ ഉറപ്പ് അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാം തിരുവചനം.
സ്നേഹമുള്ളവരെ, നമ്മൾ ബൈബിളിലെ വചനങ്ങൾ വായിക്കുമ്പോൾ, ബൈബിളിലൂടെ നമ്മുടെ കണ്ണുകൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിലെ ഓരോ വരികൾക്കിടയിലും ഞാനുണ്ട് എന്ന് വിശ്വസിച്ച് വേണം നീ ബൈബിൾ വായിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ ഓരോ വചനങ്ങൾക്കിടയിലും ഓരോ വരികൾക്കിടയിലും ഞാനുണ്ട് എങ്കിൽ ബൈബിളിലെ ഓരോ വചനങ്ങളിലൂടെയും എന്നോടാണ് കർത്താവ് പറയുന്നത്. അതെ, പോപ്പുൽ മിഷൻ ധ്യാനത്തിന്റെ ഈ സമാപന ദിവസത്തിൽ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നു മുതൽ കർത്താവ് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാം തിരുവചനം. അവിടെ വായിക്കുന്നത് ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ എന്ന്. എന്നാൽ വചനത്തിൽ ഓരോ വരികൾക്കിടയിലും നീ ഉള്ളത് കൊണ്ട് ഇന്ന് ആ വചനം നിന്നോടാണ് പറയുന്നത്. കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിലെല്ലാം എന്റെ മുമ്പിലിരുന്ന് എന്റെ വചനം കേട്ട് എന്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു ഇതാ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഇനിമേൽ നീ കരയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവിന്റെ വചനം പറയുകയാണ്, ഇനിമേൽ നീ കരയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ കരഞ്ഞിരുന്ന വ്യക്തിയാണ് നീ. ഇന്നലകളിലെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ, വേദനകളിൽ, പരാജയങ്ങളിൽ, നഷ്ടങ്ങളിൽ, കുടുംബ തകർച്ചയിൽ, കടബാധ്യതയിൽ, ശാരീരിക രോഗത്തിൽ, വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ, ഈ പ്രശ്നങ്ങളിലെല്ലാം കരഞ്ഞിരുന്ന വ്യക്തിയാണ്. ഇതാ നിന്റെ ആ കരച്ചിലിന്റെ കാരണവുമായി, ദുഃഖത്തിന്റെ കാരണവുമായി, വേദനയുടെ കാരണവുമായി ദൈവത്തിന്റെ മുമ്പിലേക്ക് വന്നു. ആ ദുഃഖത്തിന്റെയും രോഗത്തിന്റെയും വേദനയുടെയും തകർച്ചയുടെയും നഷ്ടത്തിന്റെയും പരാജയത്തിന്റെയും അപമാനത്തിന്റെയും നിന്ദനത്തിന്റെയും കഷ്ടതയുടെയും അവസ്ഥകളെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഇങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിന്റെ തിരുമുമ്പിൽ ഉള്ളിലെ ആത്മീയ ആനന്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ മകനോടും മകളോടും കർത്താവ് തരുന്ന ഉറപ്പാണ്, ഇനിമേൽ നീ കരയുകയില്ല. അർത്ഥം, ഇന്ന് വരെ നിന്നെ കരയിപ്പിച്ച നിന്റെ കരച്ചിലിന്റെ സകല കാരണങ്ങളും എന്നേക്കുമായി നിന്നിൽ നിന്നും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത് ശക്തമായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇന്ന് വരെയുള്ള കരച്ചിലിന്റെ സകല കാരണങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ കരച്ചിലിന്റെ സകല കാരണങ്ങളെയും കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിനക്ക് കരയാൻ കാരണമുണ്ടായിരിക്കില്ല. നമുക്കറിയാം, കാരണമില്ലാത്ത കരച്ചിൽ അത് കള്ളക്കരച്ചിലാ. ഈ കള്ളക്കരച്ചിൽ ആരും വില കൊടുക്കില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിന്റെ ഉമ്മറത്തെ പടിയിൽ ഒരു മകൻ, ഏതാണ്ട് ഒരു 12 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ, അവൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണിൽ കണ്ടിരുന്ന് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഏങ്ങലടിക്കുന്നുണ്ട്. ഞാനൊന്ന് ശ്രദ്ധിച്ചു, അവൻ കരയാം. ഈ കരയുന്ന കൊച്ചിനെ ആരും കാണുന്നില്ലേ എന്ന് ഞാനൊന്ന് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ അമ്മയാണ്. അവൻ്റെ അമ്മ കരയുന്ന ഇവനെ നോക്കി പൊട്ടി പൊട്ടിച്ചിരിക്കുക. ഇതെന്ത് കളി? മകൻ കരയുന്നു, കരയുന്ന മകനെ നോക്കി അമ്മ ചിരിക്കുന്നു. ആരോടാ കാരണം ചോദിക്കാൻ എളുപ്പം? കരയുന്ന മകനോടോ ചിരിക്കുന്ന അമ്മയോടോ? പറ. ചിരിക്കുന്ന അമ്മയോട്. അതെ, ഞാൻ ചിരിക്കുന്ന അമ്മയോട്. ഇതെന്താ മകൻ ഇങ്ങനെ കരയുമ്പോൾ അമ്മ ചിരിക്കുന്നത്? എൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ചിരിച്ചോണ്ടിരുന്ന അമ്മ ചിരി അല്പം ഒതുക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഇവൻ യാതൊരു കാരണമില്ലാതെ വെറുതെ കരയുന്നതാ. എന്താ അമ്മ പറഞ്ഞെന്നറിയോ? മകന്റെ കരച്ചിലിന് കാരണമില്ല. ആ കരച്ചിൽ കള്ളക്കരച്ചിലാ. ഈ കള്ളക്കരച്ചിലിന് അമ്മ വില കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഇന്നലകളിലെ ജീവിതത്തിൽ നിന്റെ രോഗങ്ങളും വേദനകളും കഷ്ടതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ
വ്യത്യസ്തമായ കാരണങ്ങൾ നിന്നെ കരയിപ്പിച്ചു. നിന്നെ കരയിപ്പിച്ച നിന്റെ കരച്ചിലിന്റെ കാരണങ്ങൾ മുഴുവൻ ഈ പോപ്പിൾ വിഷൻ ധ്യാനത്തിലൂടെ കർത്താവ് പൂർണ്ണമായി ഏറ്റെടുത്തു. ഇതാ ആ ഏറ്റെടുത്ത കർത്താവ്, ആ കർത്താവിന്റെ മുമ്പിൽ ഈ പോപ്പിൾ വിഷൻ ധ്യാനത്തിന്റെ സമാപനത്തിൽ നീ ഇരിക്കുമ്പോൾ നിന്നെ നോക്കി കർത്താവ് പറയാണ്, ഇനിമേൽ നീ കരയുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറയും, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 16-ാം തിരുവചനം, അതുകൊണ്ട് കരച്ചിൽ നിർത്തൂ, കണ്ണീർ തുടയ്ക്കൂ, നിന്റെ എല്ലാ യാതനകൾക്കും ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഇതാ കർത്താവ് പ്രതിഫലം തരുന്നു. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 4-ാം തിരുവചനം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കില്ല, പാപത്തിലുള്ള മരണം ഇനി അതുണ്ടായിരിക്കില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കില്ല. പഴയതെല്ലാം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പഴയതെല്ലാം കടന്നുപോയി. നിന്റെ കരച്ചിലും കരച്ചിലിന്റെ കാരണങ്ങളും അത് മുഴുവൻ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. ആ ഏറ്റെടുത്ത കർത്താവാണ് നിനക്ക് ഉറപ്പ് തരുന്നത്, ഇനിമേൽ നീ കരയേല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിക്കും. ഞാൻ പോപ്പിൾ മിഷൻ ധ്യാനത്തിൽ എൻ്റെ കരച്ചിലിന്റെ കാരണങ്ങൾ മുഴുവൻ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു. നിന്റെ ബുദ്ധി പറയും, നിന്നെ കരയിപ്പിച്ചത് രോഗമാണെങ്കിൽ രോഗം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ടും നിന്റെ ശരീരത്തിൽ രോഗം ഉണ്ടല്ലോ, രോഗത്തിന്റെ വേദന ഉണ്ടല്ലോ. നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ആ പ്രശ്നം മാറിയില്ലല്ലോ. നിന്റെ കടബാധ്യത കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നീ ഇപ്പോഴും കടക്കാരനാണല്ലോ എന്ന് ബുദ്ധിയുടെ തലം പറയുമ്പോൾ നിന്റെ വിശ്വാസത്തിന് തലം നിനക്കൊരു ഉറപ്പ് തരികയാണ്. നീ ഇന്നലകളിൽ കരഞ്ഞതായ കാരണങ്ങൾ ഇനി എത്ര നാള് നിന്റെ ശരീരത്തിലും ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടെങ്കിലും അതൊന്നും കരയാനല്ല, മറിച്ച് കാത്തിരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരിക്കലും അതിനെ ഓർത്ത് കരയാനല്ല, മറിച്ച് കാത്തിരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ കരച്ചിലിന്റെ കാരണങ്ങൾ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നീ എന്നും കാത്തിരുന്നാൽ, സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് 3 വിധത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് അവസ്ഥകളെയും കരച്ചിലിന്റെ ഏത് കാരണങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് കാത്തിരുന്നാൽ കർത്താവ് പ്രവർത്തിക്കുന്ന 3 അത്ഭുതങ്ങൾ. ഒന്നാമത്തെ അത്ഭുതം അത് പെട്ടെന്നുള്ള അത്ഭുതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആരാധനയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗാന ശുശ്രൂഷയിൽ ദൈവത്തെ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ആ നിമിഷത്തിൽ 5 വർഷം 10 വർഷം അതിലധികമായിട്ടുള്ള രോഗവേദനകൾ, രോഗപീഠകൾ, അത് നിമിഷ നേരം കൊണ്ട് ഏത് സമയത്താണ് കർത്താവ് സുഖപ്പെടുത്തിയത് എന്നറിയത്തില്ല. ഒരു നിമിഷം, ആ നിമിഷം നാളുകളായിട്ട് ശരീരത്തുണ്ടായിരുന്ന രോഗങ്ങളും വേദനകളും എല്ലാം എടുത്തു മാറ്റുന്നു. നിങ്ങൾക്കറിയാം, അത്ഭുതകരമായ രോഗസൗഖ്യം എന്ന് പറയുന്നത് അതിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് ഇതാ നമ്മുടെ കൺമുമ്പിൽ തിരുവനായ കർത്താവ് എഴുന്നള്ളുന്നു. വിശ്വസിക്കാം, ആഗ്രഹിക്കാം, ദാഹിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് അവനെ വിളിച്ചാരാധിക്കാം. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ, വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ,
ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. 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 കൈയടിച്ച് പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ശാന്തമായിരിക്കുക. ശാന്തമായിരുന്നു. ഇരു കരങ്ങളും യാചനാപൂർവ്വം മടിയിൽ വെച്ച് കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കുക. ഇതാ നിന്റെ ഇന്നലകളിലെ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും വേദനകളും ആകുലതകളും അസ്വസ്ഥതകളും മുഴുവൻ ഏറ്റെടുത്ത് നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ ശക്തിപ്പെടുത്താൻ നിന്റെ കൺമുമ്പിൽ കാത്തു നിൽക്കുന്ന കർത്താവ്. ആ കർത്താവിലേക്ക് നോക്കി ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിനക്ക് തരുന്ന ഉറപ്പിതാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനം. വിശ്വാസത്തിലൂടെ നിനക്കെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാ എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന വിശ്വാസം, അത് ഒരു അഭിഷേകമായി മാറുന്ന നിമിഷം, അനുഗ്രഹമായി മാറുന്ന നിമിഷം, ഈശോയിൽ നിന്നെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന നിമിഷം ഈശോയിലേക്ക് നോക്കി, ഈശോയെ അങ്ങനെ തൊടണമേ, അങ്ങനെ സ്പർശിക്കണമേ, അങ്ങനെ അനുഗ്രഹിക്കണേ, അങ്ങനെ ശക്തിപ്പെടുത്തണേ. ഈശോയിലേക്ക് നോക്കി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കൂ. ഈശോയിലേക്ക് നോക്കി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകനോടും മകളോടും ഈ ദിവസങ്ങളിലെല്ലാം വചനത്തിലൂടെ സംസാരിച്ച കർത്താവ് ഇതാ വീണ്ടും വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനം ഈശോ പറയുകയാണ്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ദിവസങ്ങളെല്ലാം വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. സഹോദര സഹോദരി, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിലെ സകല പാപത്തെ ഓർത്ത് അനുതപിച്ച് ഇനി പാപം ചെയ്യുകയില്ലെന്ന തീരുമാനത്തോടെ നിന്റെ ഇന്നലകളിലെ ദുശീലത്തിന്റെ പ്രവൃത്തികൾ അതിനെയോർത്ത് അനുതപിച്ച് ഇനി ആ ദുശീലത്തിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ ചെയ്തത് മുഴുവൻ അനുതപിക്കുന്ന ഹൃദയത്തോടെ ഈശോയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തിയപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിച്ച, നിന്നെ കുറ്റപ്പെടുത്തിയ, നിന്നെ കളിയാക്കിയ, നിനക്ക് നഷ്ടം വരുത്തിയ സകല വ്യക്തികളുടെ അടുക്കൽ പോയി ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ട് അവർക്ക് ക്ഷമ കൊടുത്ത് സമസ്തീകരിച്ച് അങ്ങനെ നിന്റെ ഉള്ളിൽ നിന്ന് വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും മുഴുവൻ മാറ്റി
ക്ഷമിച്ച് സ്നേഹിക്കാനായിട്ട് നീ തീരുമാനമെടുത്തപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ. നിന്നെ കുറ്റപ്പെടുത്ത, നിന്നെ കളിയാക്കിയ, നിന്നെ വേദനിപ്പിച്ച, നിന്നെ താഴ്ത്തിക്കെട്ടിയ അവരുടെ ആ മുറിപ്പെടുത്തിയ വാക്കുകൾ മുഴുവൻ നിന്റെ മനസ്സിൽ നിന്ന് ഈശോ ഏറ്റെടുത്ത് നിന്റെ മനസ്സിന്റെ മുറിവുകൾക്ക് മുഴുവൻ ആന്തരികമായ സൗഖ്യം നൽകിയപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശരീരത്തിലെ രോഗങ്ങള്, വേദനകള്, ബുദ്ധിമുട്ടുകള് അത് മുഴുവൻ ഈശോ ഏറ്റെടുത്ത് നിനക്ക് ശാരീരികമായ സൗഖ്യം നൽകിയപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ. ഇങ്ങനെ പാപമോചനത്തിലൂടെ ലഭിച്ച സന്തോഷം, ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ടതിലൂടെ ലഭിച്ച സന്തോഷം, ആന്തരിക സൗഖ്യത്തിലൂടെ ലഭിച്ച സന്തോഷം, ശാരീരിക സൗഖ്യത്തിലൂടെ ലഭിച്ച സന്തോഷം, ഈ സന്തോഷത്താൽ നിറഞ്ഞ് ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈ ആരാധനയിൽ കാത്തിരിക്കുന്ന നിന്നോട് കർത്താവ് പറയാണ്, ഈ സന്തോഷമെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് തങ്കച്ചൻ. വല്ലം സെൻറ്റ് തെരേസാസ് ഫൊറോന ചർച്ച് ദേവാലയത്തിലെ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. മുൻ ട്രസ്റ്റി ആയിരുന്നു. ഇപ്പോൾ പാരിഷ് കൗൺസിൽ സെക്രട്ടറി കൂടിയാണ്. വല്ലം ഫൊറോന ഇടവകയിൽ 3 കേന്ദ്രങ്ങളിലായി പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയാണ്. ഇവിടുത്തെ വിശ്വാസികളിൽ വലിയൊരു ആത്മീയ ഉണർവുണ്ടാക്കുന്നതിന് ഈ ധ്യാനം സഹായിച്ചിട്ടുണ്ട്. പള്ളിയുമായി അകന്നു നിന്നിരുന്ന ഒരുപാട് ജനങ്ങളെ, ഒരുപാട് പേരെ വീണ്ടും വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ധ്യാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങളിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ധ്യാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ധ്യാനത്തിന് വന്ന പുരോഹിതർ ഓരോ വീടുകളും സന്ദർശിക്കുകയും ആ വീടുകളിലെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മീയ നവീകരണത്തിന് ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെയും മാനസാന്തരത്തിനും ഇടവകയുടെ നവീകരണത്തിനും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും വിൻസെൻ്റ് പോൾ വൈദികർ നയിക്കുന്ന ഈ ധ്യാനം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. വിൻസെൻഷൻ വൈദികർ നടത്തിയ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇടവക വിശ്വാസികളിൽ വളരെയധികം ഉണർവുണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ധ്യാനം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ പോൾ മാടശ്ശേരിക്കും കൊച്ചച്ഛൻ അലൻ കാളിയങ്കരയ്ക്കും, അതുപോലെ തന്നെ ഈ ധ്യാനത്തിന് ഇവിടെ നേതൃത്വം കൊടുത്ത ജോജോ മാരിപ്പാട്ടച്ഛനും ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടിയ ഇടവകയിലെ 2 കൈക്കാരന്മാർ സാബു ചുള്ളി, ലിയോ പോൾ ആപ്പാടൻ, അതുപോലെ വൈസ് ചെയർമാൻ ഷിജന ഉതുപ്പാൻ എന്നിവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് മേനാച്ചേരി. ഞാൻ വല്ലം സെൻറ്റ് തെരേസാസ് ഫൊറോന പള്ളിയിലെ മുൻ വൈസ് ചെയർമാനാണ്. ഇപ്പോൾ 3 സെൻറ്ററിലായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം നടന്നിരിക്കുക. അതിൽ വല്ലം പള്ളി കേന്ദ്രീകരിച്ചുള്ള സെൻറ്ററിൻ്റെ കൺവീനർ കൂടിയാണ്. ഏതാണ്ട് 27 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഇതിനു മുമ്പ് ഈ ഇടവകയിൽ നടന്നത്. അന്ന് വളരെയധികം ഒരു അനുഭവമായിരുന്നു അത്. അതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ കൂടുതൽ ആളുകളും ഇന്ന് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകിയ, ആത്മീയ നേതൃത്വം നൽകിയ ജോജോ മാരിപ്പാട്ടച്ഛനെയും വർഗീസ് അച്ഛനെയും പ്രത്യേകം ഓർക്കുന്നു. കൂടാതെ വളരെ നാളുകളായിട്ട് പള്ളിയിൽ വരാതെയും കുമ്പസാരിക്കാതെയും ഒക്കെ ഇരുന്ന പല വ്യക്തികളും ഈ ധ്യാനത്തിൻ്റെ ഫലമായിട്ട് കുമ്പസാരിക്കുകയും പള്ളിയിൽ വരികയൊക്കെ ചെയ്തു. അവരുടെ ആ മനസ്സാന്തരം ഞങ്ങൾക്ക് അതിയായ സന്തോഷം നൽകുന്നതാണ്. കൂടാതെ നല്ലൊരു ആത്മീയ ഉണർവ് ഞങ്ങളുടെ ഇടവകയ്ക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. അതിലുപരിയായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ST കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് ഏതാണ്ട് 70ഓളം സിസ്റ്റേഴ്സ് നടത്തിയ ഹോം മിഷൻ ഏതാണ്ട് 700 ചില്ലാനും കുടുംബങ്ങളിൽ
അവർ നടത്തിയ ഹോം മിഷൻ വളരെ ഫലപ്രദമായിരുന്നു. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തവണ ധ്യാനത്തിന് വളരെയധികം ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത്. അങ്ങനെ ആത്മീയതയിലേക്ക് വളരുവാനും ജനങ്ങളുടെ ഭക്തി, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ ലോക സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭക്തി കൂടുതൽ ദൈവമായിട്ട് അടുക്കുവാനും ഈ പോപ്പുലർ മിഷൻ ധ്യാനം വഴി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം.